ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ ഗീതാ ശിവൻ. 21/4/2025 തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. 15-4 വിനാഴിക വരെയാണ് ഉത്രാട നക്ഷത്രമുള്ളത്. ഇന്ന് നക്ഷത്ര വിശേഷങ്ങൾ പറയാനാണ് വന്നത്. ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രത്യേകതകളും ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ദോഷങ്ങളുണ്ടെന്നും ഗുണങ്ങളുണ്ടെന്നും ഒക്കെയാണ് ഇന്നത്തെ നക്ഷത്ര വിശേഷത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ ഒരു ദിവസം തന്നെ 2 നക്ഷത്രങ്ങളാണുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ തന്നെ ഒരു നക്ഷത്രം തീരും, പിന്നീട് അടുത്ത നക്ഷത്രം തുടങ്ങും. അന്നത്തെ ദിവസം ജനിക്കുന്ന കുട്ടികൾക്ക് ഏത് നക്ഷത്രത്തിലാണ് ആ കുട്ടി ജനിക്കുന്നതെന്ന് നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ പ്രത്യേകം മനസ്സിലാകുകയില്ല. കാരണം കലണ്ടറിൽ ചിലപ്പോൾ ഒരു നക്ഷത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ടത് മനസ്സിലാകാത്തത്. അന്നേരം പ്രത്യേകം നമ്മളത് നോക്കി വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നക്ഷത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തതിൽ ഞാനത് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഉത്രാട നക്ഷത്രം ഒരു ഉൾനാളല്ല. വാസ്തുകർമ്മങ്ങൾക്കും മറ്റ് ഗൃഹപ്രവേശം അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാവുന്നൊരു നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദിത്യനാണ്. ആദിത്യ ദശയെന്ന് വെച്ചാൽ 6 വർഷമാണുള്ളത്. ഒരു കുട്ടി ജനിച്ച് അതിൻ്റെ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദിത്യ ദശാകാലം എത്ര വർഷം കിട്ടി, എത്ര മാസം കിട്ടി, എത്ര ദിവസം കിട്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ബാലാരിഷ്ടമുള്ളൊരു സമയമാണ് ഈ ആദിത്യ ദശാകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 3-3.5 വർഷം വരെ ഒക്കെ ബാലാരിഷ്ട്യം ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട്. ഒരു ദശ അപകാരകാലങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ: ആദിത്യ ദശ 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19, അതുപോലെ ബുധൻ 17, കേതു 7 എന്നിങ്ങനെയാണ് പല ദശാകാലങ്ങളുള്ളത്. മൃത്യുദോഷം ഒന്നും തന്നെ ഇല്ലാത്തൊരു നക്ഷത്രം കൂടിയാണ് ഉത്രാട നക്ഷത്രം. ഈ ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്ന അവർ സ്വപ്രയത്നം കൊണ്ട് തന്നെ ജീവിക്കും. നല്ല ബന്ധുബലമുള്ളവരായിരിക്കും, സഞ്ചാരശീലരായിരിക്കും, ആദ്യ കാലഘട്ടത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. കൂടുതൽ കാലവും അന്യദേശത്ത് ജീവിക്കേണ്ടതായി വരും. സ്വന്തം വീട് വിട്ട് തന്നെ മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നവരായിരിക്കും. സൗന്ദര്യവും സദാചാരബോധവും ഉള്ളവരായിരിക്കും. ഇപ്പോഴത്തെ ഫലമനുസരിച്ച് മാർച്ച് 29 ഏഴര ശനിയുടെ കാലം കഴിഞ്ഞു. ശനി ഇപ്പോൾ അനുകൂല സ്ഥാനത്തേക്ക് വന്നു, മീനൻ രാശിയിലേക്ക് വന്നിട്ടുണ്ട്. വ്യാഴം മറഞ്ഞു, ദൈവാധീനമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. മെയ് 14 കൂടിയാണ് ഈ ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോഴനുകൂല സ്ഥിതിയിലാണ് വ്യാഴം നിൽക്കുന്നത്. മെയ് 18 ആകുമ്പോൾ രാഹു രാശി മാറുന്നു. അത് കുറേ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്, അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്, യോഗകാരകനാണ്, അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ ബന്ധുബലത്തോടു കൂടി നിൽക്കുന്ന ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്. ഇതൊക്കെ ഗുണം ചെയ്യണമെങ്കിൽ അവരവർ ജനിച്ച സമയമനുസരിച്ച് നമ്മുടെ ജാതകത്തിൽ ഈ ശനി നമുക്ക് ഗുണപ്രദമായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ നിൽക്കുന്ന ഏഴര ശനിക്കാലമൊക്കെ പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ശനി സ്വക്ഷേത്രവാനാണെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമുക്ക് ദോഷം മാറത്തൊന്നുമില്ല. നമ്മൾ ദോഷമൊക്കെ നല്ലതായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് കാലഘട്ടത്തിലൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വെച്ചടി ഉടനെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഗ്രഹസ്ഥിതി മനസ്സിലാക്കിയാലാണ്, അല്ലെ നമ്മുടെ ജാതകം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രഹങ്ങൾ മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അത് നല്ല സമയം വരുമ്പോൾ നമ്മളെങ്ങും പോകേണ്ട കാര്യമില്ല. ഇരിക്കുന്നിടത്ത് ആ നല്ല അനുഭവങ്ങൾ വരും. നല്ല ഗ്രഹസ്ഥിതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഗ്രഹസ്ഥിതി മാത്രം പോരാ, അതിൻ്റെ സാഹചര്യങ്ങളോടൊത്ത് വരണം. നല്ല വ്യാഴസ്ഥിതിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആ വ്യാഴത്തിൻ്റെ ഒരു ഫലവും കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് മാത്രം പോരാ,
അവർ ജനിച്ച കുലത്തിൻ്റെ മഹിമയുണ്ടായ കുലം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉണ്ട്. വീടിൻ്റെ ദോഷം കൊണ്ടൊക്കെ ആണെങ്കിലും കുറേയൊക്കെ ഫലങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വാസ്തുപരമായിട്ടൊക്കെ ദോഷം ഉള്ള വീടാണെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങൾ എത്ര വന്നാലും തികയത്തില്ല, എത്ര കൊണ്ടുവന്നാലും തികയത്തില്ല. ബാധ്യതകൾ കൊണ്ടും കഷ്ടപ്പെടും. അതിപ്പോൾ വ്യാഴം അനുകൂലമാണെന്ന് പറഞ്ഞാലും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ തന്നെ അത് നിങ്ങളെ വിട്ടു പോകുമായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമസ്ഥിതികൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ.